Welcome back, dear students. Teachings of Poultry എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ സ്ലൈഡിൽ കുറച്ച് ഡിസീസസ് നമ്മൾ പരിചയപ്പെട്ടു. സാധാരണയായിട്ട് നമ്മൾ വാക്സിനേഷൻസ് എടുക്കുന്ന ഡിസീസസ് ആയിരുന്നു ആ സ്ലൈഡിൽ പറഞ്ഞിരുന്നത്. ഈ ഒരു സ്ലൈഡിൽ വാക്സിനേഷൻസ് സാധാരണയായിട്ട് ചെയ്യാത്തതും കോഴികൾക്ക് വരുന്ന മറ്റ് അസുഖങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 6 കാറ്റഗറി ഓഫ് ഡിസീസസ് ആണ് പൗൾട്രിയിൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള രോഗകാരികൾ ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, റെട്രോസോവൽ ആൻഡ് പാരസൈറ്റിക് ആണ്. കൂടാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസും പോഷകാഹാരക്കുറവ് മൂലം വരുന്ന അസുഖങ്ങളും കോഴികളിൽ കാണാറുണ്ട്. ഇതിൽ ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ പെടാത്ത പുള്ളോറവും ഏവിയൻ ഇൻഫ്ലുവൻസയും ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ബാക്ടീരിയൽ ഡിസീസ് കഴിഞ്ഞ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത് പുള്ളോറം ഡിസീസ് ആണ്. ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ സാൽമണല്ല പുള്ളോറം. സാധാരണയായിട്ട് ചെറിയ കോഴി കുഞ്ഞുങ്ങളിലാണ് ഇത് വരുന്നത്. ആയതിനാൽ പെട്ടെന്ന് കോഴി കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാം. ശ്രദ്ധിച്ചില്ല എങ്കിൽ പെട്ടെന്ന് നഷ്ടം സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് പുള്ളോറം എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റമായിട്ട് നമ്മൾ കാണുക പെട്ടെന്ന് ചത്തുപോകുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തൂക്കവും കൂട്ടം കൂടി നിൽക്കാനുള്ളൊരു പ്രവണതയും, കൂടാതെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, കൂടാതെ ഇതിന് ഡയേറിയ വരുന്നു. വൈറ്റ് വിസ്കസ് ചാക്കി ഡയേറിയ, വെളുത്ത നിറത്തിലുള്ള കാഷ്ടം ഇതിലൊന്നുണ്ടാവും. ചാക്കി ഡയേറിയ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വെള്ള കാഷ്ടം എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും വെൻ റീജിയനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിറ്റർ എത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. പെട്ടെന്നുള്ള മരണവും സംഭവിക്കാം. കോഴി കുഞ്ഞുങ്ങളായതിനാൽ ചികിത്സിക്കാനുള്ളൊരു സമയം നമുക്ക് ലഭിക്കാത്തതിനാൽ പെട്ടെന്ന് ചത്തുപോകുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്ന അസുഖമാണ് പുള്ളോറം ഡിസീസ് എന്നത്. ഇതിന് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായതിനാൽ വാക്സിനേഷൻ എടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അസുഖം വന്ന കുഞ്ഞുങ്ങളെ മാറ്റി സ്ലോട്ടർ ചെയ്ത് കളയുകയാണ് വേണ്ടത്. കൃത്യമായിട്ടുള്ള സിറോളജിക്കൽ ടെസ്റ്റിംഗ്, ബ്ലഡ് ടെസ്റ്റിംഗ് ബ്രീഡിംഗ് സ്റ്റോപ്പിൽ ചെയ്യണം. അതായത് അമ്മ കോഴിയിലാണ് കൃത്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. കൂടാതെ കൃത്യമായിട്ടുള്ള ഹാച്ചറി ഹൈജീനും റോഡൻ കൺട്രോളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഈ അസുഖത്തിൽ നിന്നും രക്ഷിക്കാം. കുഞ്ഞുങ്ങൾക്ക് വരുന്നത് മുട്ടയിലൂടെയാണ്, അല്ലെങ്കിൽ അമ്മയിലൂടെയാണ്. ആയതിനാൽ ബ്രീഡിംഗ് സ്റ്റോക്കിന്റെ പ്രോപ്പറായിട്ടുള്ള ഹൈജീനിക് മെത്തേഡും നല്ല രീതിയിലുള്ള ടെസ്റ്റിങ്ങും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം ഒഴിവാക്കാം. പുള്ളോറം ഡിസീസ്, പോസിറ്റീവ് ഓർഗാനിസം സാൽമണല്ല പുള്ളോറം. അടുത്ത വൈറൽ ഡിസീസ് ആണ് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ ഫൗൾ പ്ലേഗ് എന്ന് പറയുന്നത്. ഇതും ഓർത്തോമിക്സോ എന്ന് പറയുന്ന വൈറസ് കാരണമാണ് വരുന്നത്. സിംറ്റംസ് ആയിട്ട് 2 രീതിയിൽ നമുക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ, ലോ പാത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് ആണെങ്കിൽ ശ്വാസതടസ്സം, മൂക്കിൽ നിന്നും വായിലൂടെയും ഒക്കെ ഡിസ്ചാർജും സൈനസൈറ്റിസും ഒക്കെ നമുക്ക് കാണാം. ചെറിയ രീതിയിലുള്ളത് ഇത് നമുക്ക് ചികിത്സിച്ച് ഒരു പരിധിവരെ മാറ്റാവുന്നതാണ്. എന്നാൽ ഹൈ പാത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ബാധിച്ചതെങ്കിൽ അക്യൂട്ട് കണ്ടീഷനിൽ കോമ്പും പാറ്റിലുമൊക്കെ സൈനോസിസ് നമുക്ക് കാണാം. നീല നിറമായിട്ട് നീർക്കെട്ടോടുകൂടി കാണാൻ പറ്റും. കൂടാതെ വായിൽ നിന്നും രക്തം കലർന്ന ഡിസ്ചാർജ് നമുക്ക് കാണാൻ പറ്റും, വായിൽ നിന്നും മൂക്കിലൂടെയും ഒക്കെ. കൂടാതെ പച്ച നിറത്തിലുള്ള കാഷ്ടവും ഇവ ഇടുന്നത് ശ്രദ്ധിക്കാം. പൊതുവെ എല്ലാ കോഴികളും കാണിക്കുന്ന ഒരു സിംറ്റമാണ് കോഴി തൂക്കം പോലെ തന്നെ തൂങ്ങി നിന്ന് കോമ്പും ബാറ്റിലും നീല നിറമാകുന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. കൂടാതെ നേസൽ ഡിസ്ചാർജും ഗ്രീനിഷ് ആയിട്ടുള്ള പച്ച നിറത്തിലുള്ള കാഷ്ടവും ഇവ ഇടുന്നു.
രക്ഷപ്പെട്ട പക്ഷികളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടോർട്ടിക്കോളിസ് ആൻഡ് ഇൻകോർഡിനേഷൻ. അതായത് ശരീരം കൃത്യമായി നിയന്ത്രിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക, കൈകാലുകൾ കുഴഞ്ഞു പോകുക, കഴുപ്പ് നിവർന്നു നിൽക്കാതിരിക്കാൻ പറ്റുക തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ട കോഴികളിൽ കാണാറുണ്ട്. കൃത്യമായ സമയത്തുള്ള വാക്സിനേഷനാണ് ഇതിനുള്ള പോംവഴി. ഏവിയൻ ഇൻഫ്ലുവൻസ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫൗൾ പ്ലേഗ്, കോസെറ്റീവ് ഓർഗാനിസം, ഓർത്തോമിക്സ് വൈറസ്. അടുത്ത അസുഖമാണ് ഫംഗൽ ഡിസീസസ്. നമ്മളിപ്പോൾ ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത അസുഖമാണ് ഫംഗൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഫംഗസുകളുടെ പ്രത്യേകത ഇത് എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യുകയും സ്പോറിന്റെ ഫോമിൽ കാണുകയും ചെയ്യുന്നു. ആയതിനാൽ വായുവിലൂടെ എളുപ്പത്തിൽ ശരീരത്തിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. കൂടാതെ ഫുഡുമായിട്ട് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴും ഇത് എളുപ്പത്തിൽ കോഴിയുടെ ശരീരത്തിൽ കടക്കാം. ആസ്പെർഗിലോസിസ് എന്ന് പറയുന്ന അസുഖമാണ് ആദ്യം ഫംഗൽ ഡിസീസസ് വരുന്നത്. കോസെറ്റീവ് ഓർഗാനിസം ആസ്പെർഗില്ലസ് ഫ്യൂമിഗേറ്റസ്. ഇതിന് മറ്റൊരു പേര് കൂടെ വിളിക്കുന്നു ബ്രൂഡർ ന്യൂമോണിയ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ട ഒരു ചോദ്യമാണ് PSC പരീക്ഷയ്ക്ക്. ബ്രൂഡർ ന്യൂമോണിയ എന്ന് അറിയപ്പെടുന്ന അസുഖത്തിന്റെ പേരെന്ത്? ആസ്പെർഗിലോസിസ് കോസെറ്റീവ് ഓർഗാനിസം ആസ്പെർഗില്ലസ് ഫ്യൂമിഗേറ്റസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു സ്പോർ ഫോമിലാണ് ഇവ കാണുന്നത്. ആയതിനാൽ ശ്വാസത്തിലൂടെയും എക്യുപ്മെന്റ്സിന്റെയും വെള്ളത്തിന്റെയും ഫുഡിന്റെയും കണ്ടാമിനേഷനിലൂടെയും കോഴിക്കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നു. സിംറ്റംസ് ആയിട്ട് കാണുന്നത് ലേബേർഡ് ബ്രീത്തിങ്, അതായത് പതിയെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, സമയമെടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. കിതയ്ക്കുക, ഗ്യാസ്പിംഗ്. കൂടാതെ നമ്മൾ ചത്തതിനു ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്ന സമയത്ത് ലങ്സിന്റെ അകത്തും എയർ സാക്സിന്റെ അകത്തും ഗ്രീനിഷ് നൊഡ്യൂൾസ്, ചെറിയ ചെറിയ കുരുക്കൾ പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അസുഖമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് എപ്പോഴും സാധാരണയായിട്ട് വരുന്നത് ഹാച്ചറിയിലൂടെയാണ്. ഇതൊരു ഹാച്ചറി ബോൺ ഡിസീസ് ആയതിനാൽ പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഓഫ് ഹാച്ചറി, എഗ് ഹോൾഡിംഗ് റൂം, ഇൻക്യുബേറ്റർ ആൻഡ് ചിക്ക് ഹോൾഡിംഗ് റൂം, ഇത്രയും കാര്യം ഉറപ്പിക്കുക. ഹാച്ചറിയും മുട്ട സൂക്ഷിക്കുന്ന സ്ഥലവും കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലവും അതിനുപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം സ്ട്രിക്ട്ലി ഹൈജീനിക് മെഷേഴ്സ് ഫോളോ ചെയ്ത് വേണം സൂക്ഷിക്കാനായിട്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന ലിറ്റർ വൃത്തിയുള്ളതും നനവില്ലാത്തതുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയ ഭക്ഷണങ്ങളോ നനഞ്ഞ ഭക്ഷണങ്ങളോ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നിയന്ത്രിക്കുന്നതിനായിട്ട് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ 1:2000 കോൺസെൻട്രേഷൻ എന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. കോപ്പർ സൾഫേറ്റ് കലക്കിയ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ഇത് ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് ചെയ്യാം. ആസ്പെർഗിലോസിസ് അഥവാ ബ്രൂഡർ ന്യൂമോണിയ എന്ന് പറയുന്ന ഫംഗൽ ഡിസീസ് ആണ്. ചിക്സിനാണ് വരുന്നത്. ഹാച്ചറി ബോൺ ഡിസീസ് ആയതിനാൽ ഹാച്ചറി ഓപ്പറേഷൻസിൽ എപ്പോഴും സ്ട്രിക്ട് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യം ആണ്. അടുത്ത അസുഖമാണ് ക്രിപ്റ്റോസോവൻ ഡിസീസ് ആയിട്ടുള്ള കോക്സിഡിയോസിസ്. സാധാരണയായിട്ട് കോക്സിഡിയോസിസ് അധികമായി കണ്ടുവരുന്നത് സ്പോർസ് കാരണമാണ്, അഥവാ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ് ഇതിനുള്ള രോഗകാരി എന്ന് പറയുന്നത്. 9 തരത്തിലുള്ള കോക്സിഡിയൻ പാരസൈറ്റുകളുണ്ട്. ഇത് 9 വ്യത്യസ്ത തരം കോക്സിഡിയോസിസ് ആണ് കാണിക്കുന്നത്. ഇത് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പാരസൈറ്റ് സ്പോർ ഫോമിൽ കാണാൻ പറ്റും. ഇത് ഭക്ഷണത്തിലൂടെയോ ലിറ്ററിലൂടെയോ കോഴിയുടെ ശരീരത്തിനകത്തേക്ക് കടക്കുകയും ഇത് അതിന് ഇൻറ്റസ്റ്റൈനിൽ പെറ്റുപെരുകി വളർന്ന് കാഷ്ടത്തിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം എന്ന് വെച്ചാൽ ബ്ലഡ് ഡ്രോപ്പിംഗ്സ് ആണ്. കാഷ്ടത്തിൽ രക്തം നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് മരണകാരിയാവുന്ന ഒരു അസുഖം കൂടെയാണ് ക്രിപ്റ്റോസോവൻ ഡിസീസ് ആയിട്ടുള്ള കോക്സിഡിയോസിസ്. കോഴി പെട്ടെന്ന് മെലിഞ്ഞു പോകുകയും പ്രൊട്ടക്ഷൻ കുറയുകയും ചെയ്യുകയും ചെയ്യുന്നു. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് വാക്സിനേഷൻ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് കോക്സിഡിയോസ്റ്റാറ്റ് ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ആന്റി കോക്സിഡിയൽ ഡ്രഗ്സ് ആയിട്ട്. കൂടാതെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ മെഷേഴ്സും
നല്ല രീതിയിലുള്ള ലിറ്റർ മാനേജ്മെന്റും ഉണ്ടെങ്കിൽ കോക്സിഡിയോസിസ് ഒരു പരിധി വരെ നമുക്ക് തടയാവുന്നതാണ്. ഇപ്പോൾ കോക്സിഡിയോസിസ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് മൂലമാണ് വരുന്നത്. സിംറ്റം ഓർത്തു വെക്കുക, ബ്ലഡ് വെയിൻ ഡ്രോപ്പിംഗ്സ്. PSC പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോക്സിഡിയോസിസ്, കോസൈറ്റിയോ ഓർഗാനിസം ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്, സിംറ്റം ബ്ലഡ് വെയിൻ ഡ്രോപ്പിംഗ്സ്. അടുത്ത അസുഖമാണ് പാരസൈറ്റിക് ഡിസീസസ്. പരാതങ്ങൾ മൂലം വരുന്ന അസുഖങ്ങൾ. പരാതങ്ങൾ എന്ന് പറയുന്നത് അഥവാ പാരസൈറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. എൻഡോ പാരസൈറ്റുകളും എക്ടോ പാരസൈറ്റുകളും. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് കാണുന്ന പരാതജീവികൾ. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്ത് കാണുന്ന പരാതജീവികൾ. പാരസൈറ്റുകളുടെ പ്രത്യേകത എന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തതിനാൽ എഫക്ട് ചെയ്യുന്ന പക്ഷിയുടെ രക്തം കുടിച്ചാണ് ഇവ വളരുന്നത്. ഇതിൽ എക്ടോ പാരസൈറ്റുകൾ നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ചെള്ള്, പേന് തുടങ്ങിയിട്ടുള്ളവയാണ്. ടിക്, മൈറ്റ്സ് ആൻഡ് ലൈസ്. ചിത്രത്തിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് കണ്ണിലെ ചെറിയ ചെറിയ ജീവികൾ. അത് ടിക്സും മൈറ്റ്സും ഒക്കെയാണ്. ചെള്ള്, പേന്, കോഴിപ്പേന് തുടങ്ങിയിട്ടുള്ളതൊക്കെ എക്ടോ പാരസൈറ്റിൽ വരുന്നതാണ്. ഇതൊരു വെക്ടർ ആയിട്ട് കൂടെ ആക്ട് ചെയ്യുന്നു. അതായത് പലതരം അസുഖങ്ങളുടെയും സഞ്ചാരികളാണ് ഇവ. ഒരു കോഴിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇത് അവിടെ നിന്നും കുടിച്ച് അടുത്തതിലേക്ക് ചാടിപ്പോകും. ചാടാനും പറക്കാനും കഴിയുന്നവയാണ് എക്ടോ പാരസൈറ്റുകൾ എന്ന് പറയുന്നത്. ആയതിനാൽ ഇത് വെക്ടർ ആയിട്ടും കൂടാതെ എപ്പോഴും ബ്ലഡ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇറിറ്റേഷൻ എപ്പോഴും കോഴികൾക്ക് സംഭവിക്കാം. പ്രിവെൻഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള സാനിറ്റേഷൻ മെഷേഴ്സ് ആണ്. കൂടാതെ സമയാസമയങ്ങളിലുള്ള ഇൻസെക്ടിസൈഡ്സിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ചുണ്ണാമ്പ് കൊണ്ടുള്ള ടെസ്റ്റിംഗ് പോപ്പുലർ ആണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് വേപ്പില ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മൂക്കിപ്പൊടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാരസൈറ്റുകളെ കൊല്ലാനായിട്ട്, എക്സ്റ്റേണൽ പാരസൈറ്റുകളെ കൊല്ലാനൊക്കെയായിട്ട്. അടുത്തത് ഇന്റേണൽ പാരസൈറ്റുകളാണ് അഥവാ എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പാരസൈറ്റുകളാണ് സാധാരണയായിട്ട് കോഴികളിൽ കാണുന്നത്. അസ്കാരിയാസിസും സീക്കൽ വേംസും. അസ്കാരിയാസിസ് എന്ന് പറയുന്നത് അസ്കാർഡിയ ഗാലെ എന്ന് പറയുന്ന ആ ചിത്രത്തിൽ കാണുന്ന വെളുത്ത നീളത്തിലുള്ള പുഴുക്കൾ പോലെ കാണുന്നതാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്ന ജീവി. ഇത് ഇൻഡസ്റ്റൈനിലാണ് ഇത് കാണുന്നത് ആയതിനാൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കോഴികൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം കോഴികൾക്ക് ഉണ്ടാവുന്നില്ല. പുവർ ഗ്രോത്ത് റേറ്റും ലോവർ പ്രൊഡക്ടിവിറ്റിയും ഇതിന്റെ സിംറ്റമാണ്. കൂടാതെ അടുത്തതാണ് സീക്കൽ വേംസ് എന്നത്. സീക്കൽ വേംസിന്റെ കോസൈറ്റിയോ ഓർഗാനിസം ഹെറ്ററാകൈനസ് ഗാലിനെ എന്ന് പറയുന്ന രോഗകാരിയാണ്. ഹെറ്ററാക്കിസ് ഗാലിനെ എന്ന് പറയുന്ന വേമാണ് ഇതിന് കാരണം. സീക്കയിലാണ് ഇത് കാണുന്നത്. ലാർവെ ഒരു കരിയറായിട്ട് ആക്ട് ചെയ്യുകയും ടർക്കി കോഴികളിൽ ബ്ലാക്ക് ഹെഡ് എന്ന് പറയുന്ന ഡിസീസസിന് കാരണമാകുകയും ചെയ്യുന്നത് ഈ സീക്കൽ വേംസ് ആണ്. ആന്റി ഹെൽമന്തിക് ഡ്രഗ്സ് ആണ് ഇതിനുള്ള പോംവഴി. ഇന്റേണൽ ഡ്രഗ്സ് കൊടുക്കേണ്ടതുണ്ട് എൻഡോ പാരസൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതായത് വിരയെ ഇളക്കുക എന്ന് പറയുന്ന പ്രോസസ് തന്നെയാണ് ആന്റി ഹെൽമന്തിക് ഡ്രഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയുമാണ് പാരസൈറ്റിക് ഡിസീസസ്. എൻഡോ പാരസൈറ്റ്സ് രണ്ടെണ്ണമാണുള്ളത്, ആസ്കാരിയാസിസും സീക്കൽ വേംസും. അടുത്തതായിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്. ഭക്ഷണത്തിലെ പോഷകത്തിന്റെ കുറവ് കാരണം വരുന്ന അസുഖമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും വിറ്റാമിൻ എ, ഡി, ഇ തുടങ്ങിയിട്ടുള്ള, കൂടാതെ കെയുമുണ്ട്. വിറ്റാമിൻ എ, ഡി, ഇ ഇത്രയുമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസിൽ പ്രധാനമായിട്ട് വരുന്ന അസുഖങ്ങൾ. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖമാണ് ന്യൂട്രീഷണൽ റൂട്ട് എന്ന് പറയുന്നത്. ഇതിന് സിംറ്റമായിട്ട് കാണുന്നത് മൂക്കിലൂടെയും കണ്ണിലൂടെയുമുള്ള ഡിസ്ചാർജ് കാണാം. കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്താതിരിക്കുക, കൂടാതെ മുട്ട ഉൽപാദനം പെട്ടെന്ന് കുറയുക. ഇതിനായിട്ട് നമുക്ക് വിറ്റാമിൻ എയുടെ സോഴ്സസ് ആയിട്ടുള്ള ലിവർ ഓയിൽ, ഫിഷ് ഓയിൽ, ലിവർ മീൽ, ഗ്രീൻ ഗ്രാസസ് എന്നിവ ഉൾപ്പെടുത്താം. എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രീൻ ഫീഡിംഗ് നിർബന്ധമായും എല്ലാ കോഴികൾക്കും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു പരിധിവരെ എല്ലാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസിനും ഒരു ഉത്തമ പ്രതിവിധിയാണ്
ഗ്രീൻ ഫീഡിംഗ് എന്നത്. അതായത് പച്ചപ്പുല്ല് അല്ലെങ്കിൽ പച്ചിലകൾ ധാരാളമായി കോഴികൾക്ക് തിന്നാൻ കൊടുക്കുക. അടുത്ത അസുഖമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലം വരുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഡെഫിഷ്യൻസി മൂലം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇതിനൊരു കാരണമാണ്. കാൽസ്യവും ഫോസ്ഫറസും കുറയുന്നത് മൂലവും വരാം. പ്രധാനമായിട്ടും സിംറ്റമായി കാണിക്കുന്നത് ലേംനെസ്, മുടന്ത്, കാല് നിവർന്നിരിക്കുക, സ്റ്റിഫ് ലെഗ്, മടക്കാൻ പറ്റുന്നില്ല, സ്വള്ളൻ ഹോക്ക് റീജിയനിൽ തഴം പോലെ അല്ലെങ്കിൽ തടച്ചിരിക്കുന്നത് കാണാൻ പറ്റും, റബ്ബറി പീക്ക്, ഡ്രോപ്പ് ഇൻ എഗ് പ്രൊഡക്ഷൻ. വിറ്റാമിൻ ഡിയുടെ സോഴ്സ് ആയിട്ട് ഫിഷ് ഓയിൽ, സൺലൈറ്റ്, അൾട്രാവയലറ്റ് ലൈറ്റ്, സിന്തറ്റിക് വിറ്റാമിൻ ഡി എന്നിവ നമുക്ക് കൊടുക്കാം. നിർബന്ധമായും കോഴികൾക്ക് ആവശ്യത്തിൽ വെളിച്ചം നിർബന്ധമായും കിട്ടിയിരിക്കണം. സൂര്യപ്രകാശത്തിൽ കോഴികളെ മേയാൻ വിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കൂടാതെ ആവശ്യത്തിനുള്ള ഭക്ഷണത്തിൽ സിന്തറ്റിക് വിറ്റാമിൻ ഡി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്കിലും കൃത്യമായിട്ട് നല്ല വെളിച്ചത്തിൽ വളരുന്നത്, മേയാൻ വിടുക എന്നതിലുപരി വായുസഞ്ചാരമുള്ളതും ആവശ്യത്തിന് സൂര്യപ്രകാശം രാവിലെയും വൈകിട്ടും കിട്ടുന്നതുമായിട്ടുള്ള കൂടുകൾ നിർമ്മിച്ചാൽ ഈ ഒരു അസുഖം വരാതെ നമുക്ക് തടയാം. റിക്കറ്റ്സ്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖം റിക്കറ്റ്സ്. അടുത്തത് വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖമാണ് ക്രേസി ചിക്ക് ഡിസീസ് അഥവാ ന്യൂട്രീഷണൽ എൻസെഫാലോമലേഷ്യ എന്ന് പറയുന്ന രോഗം. ന്യൂട്രീഷണൽ എൻസെഫാലോമലേഷ്യ, ക്രേസി ചിക്ക് ഡിസീസ് എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈസിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ക്രേസി ചിക്ക് ഡിസീസ് അഥവാ ന്യൂട്രീഷണൽ എൻസെഫാലോമലേഷ്യ എന്ന് പറയുന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ കൂടെയാണ്. കൂടാതെ ഇൻകോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, കൺവല്യൂഷൻസ് ആൻഡ് പാരാലിസിസ് ഓഫ് ലെഗ് ആൻഡ് ഡെത്ത് ക്രമേണ മരണത്തിലേക്ക് നയിക്കുന്നു. കൈകാലുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്യാനോ നിവർന്ന് നിൽക്കാനോ ഒന്നും പറ്റാതെ കോഴി കുഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെയും സോഴ്സ് ആയിട്ട് ഗ്രീൻ ഗ്രാസ്, വെജിറ്റബിൾ ഓയിൽ, ലിവർ മീൽ, ലെഗ്യൂംസ്, സിന്തറ്റിക് വിറ്റാമിൻ എന്നിവ നമുക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാത്തിനും പ്രതിവിധി ഗ്രീൻ ഗ്രാസ് ആണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. എല്ലാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസിലും ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് ഗ്രീൻ ഫീഡിംഗ് തന്നെയാണ്. അടുത്ത അസുഖമാണ് വിറ്റാമിൻ B2 ഡെഫിഷ്യൻസി മൂലം വരുന്ന റൈബോഫ്ലേവിൻ എന്ന് പറയുന്ന വിറ്റാമിൻ B2 ഡെഫിഷ്യൻസി മൂലം വരുന്ന കേൾഡ് ടോ പാരാലിസിസ്. കേൾഡ് ടോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കാലുകൾ വളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കാലുകൾക്ക് പാരാലിസിസ് വരുന്ന അസുഖമാണ് കേൾഡ് ടോ പാരാലിസിസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള വളർച്ചയില്ലായ്മയും പാരാലിസിസും ഇൻവേർഡ് കേളിംഗ് ഓഫ് ടോയ്സും ഇതിന്റെ പ്രത്യേകതയാണ്. കാലുകൾ മുന്നോട്ട് വളഞ്ഞ് ഇരിക്കുക, നിവർന്ന് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇഴഞ്ഞു നടക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നു. ഇതിന്റെയും പ്രതിവിധി എന്താണെന്ന് നോക്കൂ. ലിവർ മീൽ, മിൽക്ക് പ്രൊഡക്ട്സ്, യങ് ഗ്രാസസ്, റൈസ് ബ്രാൻ, മൊളാസിസ്, സിന്തറ്റിക് വിറ്റാമിൻ B2. ഇത്രയുമാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്. എല്ലാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസും തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഗ്രീൻ ഫീഡിംഗ്, കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എല്ലാവർക്കും അറിയാം, കോഴി വളർത്തലിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. നല്ല രീതിയിലുള്ള മാനേജ്മെന്റ്, ഫീഡിംഗ്, ക്ലീനിങ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. കൂടാതെ സമയാസമയങ്ങളിലുള്ള വിലയിരുത്തൽ, ഡീവേർമിംഗ്, കൃത്യസമയത്തുള്ള ട്രീറ്റ്മെന്റ്, കൃത്യസമയത്തിലുള്ള അസുഖം വരുന്നതിന് മുൻപേ തന്നെ കൃത്യമായിട്ടുള്ള ഫീഡിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വരില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള ഫ്ലോക്കിന്റെ എഫക്റ്റഡ് ഫ്ലോക്കിനെ മാറ്റി ചികിത്സിക്കുക, അസുഖം വന്ന കോഴികളെ മാറ്റി ചികിത്സിക്കുക, ചികിത്സിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഉടനെ കൊന്നു കളയുക എന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാത്തിനും നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വെറ്റിനറിയന്റെ സഹായം തേടാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ലിറ്റർ മാനേജ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഡീവേർമിംഗ് ചെയ്യേണ്ടത് സാധാരണയായിട്ട് റാണിക്കറ്റ് ഡിസീസ് വാക്സിൻ എടുക്കുന്നതിന് ഒരാഴ്ച മുൻപും, അതായത് 8 ആഴ്ച പ്രായമാകുമ്പോൾ, ബിഫോർ 8 weeks ഓഫ് ഈച്ച്. 8 ആഴ്ച ആകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഡീവേർമിംഗ് ചെയ്യുക. കൂടാതെ 3 ആഴ്ച ഇടവിട്ട് ഏകദേശം 20 ആഴ്ചയാകുമ്പോഴേക്കും, മുട്ടപ്രായമാകുമ്പോഴേക്കും
3 ആഴ്ച ഇടവിട്ട് 4 ഡീവേർമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാ ഇന്റേണൽ പാരസൈറ്റ്സുകളെയും നമുക്ക് നിയന്ത്രിക്കാം. കൃത്യമായിട്ടുള്ള ലിറ്റർ മാനേജ്മെന്റ്, ഫിറ്റ് പ്ലാൻ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, ഇതാണ് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഏക മാർഗം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.